കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയെ സംഘപരിവാർ രാഷ്ട്രീയത്തിന് പൂർണ്ണമായി തുറന്നു കൊടുക്കുകയാണ് PM-ശ്രീ പദ്ധതി വഴി ഒപ്പിട്ടതിലൂടെ കേരള സർക്കാർ ചെയ്തിരിക്കുന്നത്. കേരളത്തിന്റെ വരും തലമുറയോട് ചെയ്തിരിക്കുന്ന ഏറ്റവും വലിയ പാതുകമാണ് ഈ PM-ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടത് വഴി കേരളം ചെയ്തിരിക്കുന്നത്. വരും തലമുറ സവർക്കറേയും അതേപോലെ ഗോൾവർക്കറേയും പോലെയുള്ള സംഘപരിവാർ നേതാക്കന്മാരെ ഇന്ത്യൻ രാഷ്ട്രീയ സമരത്തിന്റെ ഏറ്റവും ഉന്നതമായിട്ടുള്ള നേതാക്കന്മാരാണ് എന്ന് ഒരു പക്ഷേ വരും തലമുറ പഠിക്കേണ്ടുന്ന സാഹചര്യം വരുന്നുണ്ട് എങ്കിൽ അതിന് കാരണം ഇത്തരത്തിലുള്ള PM-ശ്രീ പദ്ധതിയിലൂടെ ഒപ്പിട്ടത് വഴി സാധ്യമാവുകയാണ്. ഇത് വലിയ രീതിയിലേക്കുള്ള വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കാനുള്ള സംഘപരിവാർ അജണ്ടയ്ക്ക് മുന്നിലുള്ള കീഴടങ്ങലാണ്. ഈ PM-ശ്രീ പദ്ധതി ഒപ്പിട്ടത് വഴി കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയെ തന്നെ സംഘപരിവാർ രാഷ്ട്രീയത്തിന് വിറ്റിരിക്കുകയാണ് പിണറായി വിജയൻ. അതിൽ നിന്ന് ഒരിക്കലും ഈ പിണറായി സർക്കാരിനോ ഈ കേരളത്തില് ഇതിൽ നിന്ന് പിന്നോട്ട് പോകാൻ സാധിക്കില്ല. അതിന്റെ മുഴുവൻ പാപഭാരവും പിണറായി വിജയന്റെ മേൽ തന്നെയാണ്. ഇതൊരു വലിയ ഡീലിന്റെ ഭാഗമാണ്. കഴിഞ്ഞ ദിവസം ഞാൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ സൂചിപ്പിച്ചു, ഒരു വലിയ ഡീലിന്റെ ഭാഗമായിട്ടാണ് 2022 രാജ്യത്ത് ആരംഭം കുറിച്ച PM-ശ്രീ പദ്ധതി 3 വർഷങ്ങൾക്ക് ശേഷം കേരള സർക്കാർ ഒപ്പിടുന്നത്.